UDF സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്കായുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. കനത്ത സുരക്ഷയിലാണ് ക്രമീകരണങ്ങൾ ഒരുക്കുന്നത്. നാളെ രാവിലെ 7 മണി മുതൽ നഗരത്തിൽ പ്രത്യേക ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തും. പൊതുജനങ്ങൾക്ക് ചടങ്ങ് തത്സമയം കാണുന്നതിനായി MLA ഹോസ്പിറ്റൽ, മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ നഗരത്തിലെ 6 ഇടങ്ങളിൽ LED വാളുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അശ്വിൻ ഡിയാഗോ നൽകും വിശദാംശങ്ങൾ. ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദീപാദാസ് മുൻഷി പ്രവർത്തകരുമായി സംസാരിക്കുകയാണ്. ആ സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുന്നിടത്താണ് പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഉള്ളത്. നാളെ പ്രൗഢഗംഭീരമായ സത്യപ്രതിജ്ഞ ചടങ്ങാണ് നടക്കാൻ പോകുന്നത്. 10 വർഷം പ്രതിപക്ഷത്തിരുന്ന UDFന്റെ തിരിച്ചുവരവ് അത് അത്രയധികം ആഘോഷമാക്കാൻ ഒരുങ്ങുകയാണ് മുന്നണി. ആഷ്യൻ ഡിയാഗോ ചേരുന്നു. അശ്വിൻ, പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ അവിടെയുണ്ട്. ഒരുക്കങ്ങളൊക്കെ തകൃതിയായി നടക്കുന്നില്ലേ? മന്ത്രിമാരും വകുപ്പുകളും സംബന്ധിച്ച് ചർച്ചകൾ ഒരു വശത്ത് നടക്കുകയാണെങ്കിലും അവിടെ എല്ലാം ഒരുങ്ങിയിരിക്കുന്നു. റോഷി, തീർച്ചയായും സൂചിപ്പിച്ച പോലെ തന്നെയാണ്. ഒരു ഭാഗത്ത് ചർച്ചകൾ അതിവേഗത്തിൽ പുരോഗമിക്കുന്നു, മറുഭാഗത്ത് പുതിയ മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ മന്ത്രിമാർക്കും സത്യപ്രതിജ്ഞ ചെയ്തിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ സെൻട്രൽ സ്റ്റേഡിയത്തിൽ അതിലും വേഗത്തിൽ നടക്കുന്നു എന്നുള്ളതാണ്. ഈ പ്രതികൂല കാലാവസ്ഥ ചെറിയ വെല്ലുവിളിയാണെങ്കിൽ പോലും അതെല്ലാം മറികടന്നുകൊണ്ട് അതിവേഗം തന്നെ ഈ സത്യപ്രതിജ്ഞ ചടങ്ങിന് വേണ്ടിയിട്ടുള്ള വേദിയൊരുക്കൽ പുരോഗമിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിലിപ്പോൾ ഇവിടെ കേരളത്തിന്റെ ചുമതലയുള്ള ACC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി പ്രവർത്തകർക്കൊപ്പം ഇവിടെ എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുകയാണ്. നേരത്തെ ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ ഈ സ്റ്റേജിന്റെ പണികൾ പൂർത്തിയാക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ പ്ലാറ്റ്ഫോമുകൾ കെട്ടി ഉയർത്തി ടെന്റ് പോലെ ഒരു കൂടാരം കെട്ടി ഏതാണ്ട് 30,000 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിൽ സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. 1 ലക്ഷത്തോളം പേർ നാളെ ഈ സത്യപ്രതിജ്ഞ ചടങ്ങിന് വേണ്ടി എത്തും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അതീവ സുരക്ഷയിലാണ് ഈ മേഖല മുഴുവനുമായി തന്നെ ഉള്ളത് എന്നുള്ളതാണ്. പോലീസിന്റെ കനത്തൊരു വലയത്തിലാണ് നിലവിലിപ്പോൾ ഇവിടെ നിർമ്മാണം നടക്കുന്നത് എന്നുള്ളതാണ്. സ്റ്റേജിന്റെ ഒരു ഭാഗത്ത് നമുക്കറിയാം ഈ LCD പണികൾ നടക്കുകയാണ്. ഇവിടെ വന്ന് നിൽക്കുന്നവർക്ക്, പ്രവർത്തകർക്കും അതുപോലെ തന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങ് കാണാൻ എത്തുന്നവർക്കും ഇത്തരത്തിൽ വലിയ സ്ക്രീനിൽ തന്നെ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് കാണാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. വേദിയിൽ മാത്രമല്ല, പ്രധാന വേദിയിൽ നിന്നും മാറി 2 വശത്തും LCD ഉണ്ടാകും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഒരു ഭാഗത്ത് സ്കാനിംഗ് ചെയ്ത ശേഷമായിരിക്കും പ്രവർത്തകരെയും അതുപോലെ തന്നെ കാണാൻ വരുന്ന എല്ലാവരെയും അകത്തേക്ക് കയറ്റുക എന്നുള്ളതാണ്. ഈ സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് 5 പ്രവേശന വാതിലുകളാണ് ഉള്ളത്. അതിലൊന്ന് എമർജൻസി എക്സിറ്റ് ആണ്. ബാക്കി അതിൽ മറ്റൊന്ന് VIP-കൾക്ക് വേണ്ടി മാത്രം പ്രവേശനമുള്ളതാണ്. ബാക്കി 3 ഇടങ്ങളിലൂടെയാണ് സാധാരണ ആളുകൾക്ക് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് കാണുന്നതിനു വേണ്ടി അകത്തേക്ക് പ്രവേശിക്കാൻ അനുമതിയുള്ളത്. നേരത്തെ ഗതാഗത നിയന്ത്രണത്തെക്കുറിച്ച് സിറ്റി പോലീസ് കമ്മീഷൻ പറഞ്ഞിരുന്നതാണ്. വലിയ തരത്തിൽ 1 ലക്ഷം പേർ വരുന്നത് കൊണ്ട് തന്നെ വിവിധ ജില്ലകളിൽ നിന്ന് ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അവർ ബസ്സുകളിലും സ്വന്തം വണ്ടിയിലും അതുപോലെ തന്നെ മറ്റു മാർഗങ്ങളിലൂടെയൊക്കെ ഇവിടെ എത്തുന്ന ആളുകളാണ്. അവർക്ക് പാർക്കിംഗ് സൗകര്യം വലിയ ബുദ്ധിമുട്ട് ഉണ്ടാകാതിരിക്കാൻ അനുവദിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ കൃത്യമായി തന്നെ വാഹനങ്ങൾ പാർക്ക് ചെയ്യണം എന്നൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അല്ലാത്ത വാഹനങ്ങൾ ഇവിടെ നിന്നും റിക്കവറി വാഹനങ്ങൾ ഉപയോഗിച്ച് നീക്കം ചെയ്യും എന്നൊരു മുന്നറിയിപ്പ് കൂടി പോലീസ് നൽകിയിട്ടുണ്ട്. ഈ VIP-കൾ വന്ന് പോകുന്നത് മുതൽ ഉള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും എന്നുള്ളതാണ്. എയർപോർട്ട് മുതൽ തന്നെ ഈ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന ഹോൾഡിംഗ് പ്ലേസ് അതുപോലെ തന്നെ ഈ വെന്യൂ, അതായത് സെൻട്രൽ സ്റ്റേഡിയം, ഈ 3 ഇടങ്ങളിലായി കാറ്റഗറികൾ തിരിച്ചുള്ള സൗകര്യം സുരക്ഷയുമാണ് ഒരുക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് സിറ്റി പോലീസ് കമ്മീഷൻ നേരത്തെ പറയുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇവിടെ ഇപ്പോൾ തകൃതിയിൽ തന്നെ പണികൾ നടക്കുന്നു എന്നുള്ളതാണ്. വൈകുന്നേരത്തോടുകൂടി തന്നെ ഇതിന്റെ ഈ സ്റ്റേജിന്റെ രൂപം മുഴുവനായി മാറി സത്യപ്രതിജ്ഞ ചടങ്ങുകൾക്ക് അത് പൂർണ്ണ സജ്ജമാകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഓരോ ഉദ്യോഗസ്ഥരായി ഇവിടെ വന്ന് ഇതിന്റെ നിർമ്മാണ പ്രവൃത്തികൾ അതുപോലെ തന്നെ പുരോഗതികൾ നേതാക്കളെയും അതുപോലെ തന്നെ മറ്റുള്ളവരെയും വിശദീകരിച്ച് നൽകുകയാണ് ചെയ്യുന്നത്. 21 പേരാണ് നാളെ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. മാത്രമല്ല, ഈ ചടങ്ങുകൾ വളരെ വേഗത്തിൽ പൂർത്തിയാക്കാനാണ് ഇപ്പോൾ UDF ആലോചിക്കുന്നത്. ഈ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ മാത്രമായിരിക്കും. നേതാക്കളാരും സംസാരിക്കാനുള്ള സാഹചര്യമില്ല, അല്ലെങ്കിൽ ഇടയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വളരെ വേഗം സത്യപ്രതിജ്ഞ കഴിഞ്ഞ് അതിനുശേഷം മന്ത്രിസഭാ യോഗത്തിലേക്കടക്കം നടക്കേണ്ടതുണ്ട്. നമുക്ക് എന്തായാലും ചോദിച്ചു നോക്കാം. നമ്മുടെ ഒരുക്കങ്ങളൊക്കെ ഇതുവരെ പൂർണ്ണമാണ്. ഒരുക്കങ്ങളൊക്കെ നന്നായി നടന്നുകൊണ്ടിരിക്കുന്നു. നാളെ രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള എല്ലാ സന്നാഹങ്ങളും വളരെ ദ്രുതഗതിയിൽ നടക്കുകയാണ്. വളരെ നന്നായി ഐക്യജനാധിപത്യങ്ങളുടെ ഗവൺമെന്റ് അധികാരമേൽക്കും. അതിനുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഭാഗത്ത് മന്ത്രിസഭാ ചർച്ചകൾ നടക്കുന്നു. അത് നടക്കും. അത് പാർട്ടിക്കകത്തുള്ള ഒരു സ്ഥിരമായ സംവിധാനങ്ങൾ, അതൊക്കെ നന്നായി നടക്കും. 1 ലക്ഷം പേരെയാണല്ലോ പ്രതികരണങ്ങളിലെല്ലാം മനസ്സിലാകുന്നു. ഈ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. അപ്പൊ എല്ലാ കണ്ണുകളും തലസ്ഥാനത്തേക്കാണ്. നാളത്തെ സത്യപ്രതിജ്ഞ ചടങ്ങിലേക്കാണ്. ഗ്ലാമർ അതിഥികളെ വരെ പ്രതീക്ഷിക്കുകയാണ്. പ്രൗഢഗംഭീരമായി ആ ചടങ്ങ് പൂർത്തീകരിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കുകയാണ് UDF.